ഞാൻ പറഞ്ഞിരുന്നു, കുറെ കാലം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇദ്ദേഹം ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവളുടെ കുടുംബജീവിതം നശിപ്പിച്ചു. അല്ല, അയാള് പറയുന്നത് എന്താണ് ഇന്നലെ രാത്രി പറഞ്ഞത്, രാത്രിയിൽ കിടക്കുമ്പോ പ്രായം എന്നിട്ട് കിടക്കരുത്, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് വേണം, അപ്പൊ നന്നായി മസാജ് ചെയ്തിട്ട്. നമസ്കാരം. മാത്യു സാമുവൽ tehelka.com-ലൂടെ ഇന്ത്യൻ പത്രപ്രവർത്തന രംഗത്തേക്ക് ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് tehelka.com. അതിൽ ഏറ്റവും അധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ മാത്യു സാമുവൽ എന്നാണ് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം ഒരു ബ്ലാക്ക് മെയിലിംഗ് ജേർണലിസത്തിൻ്റെ അല്ലെങ്കിൽ ഹണി ട്രാപ്പ് ജേർണലിസത്തിൻ്റെ കോടികൾ ഉണ്ടാക്കുന്ന തട്ടിപ്പിൻ്റെ ഉസ്താദാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാം, അടുത്ത കാലത്ത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ അദ്ദേഹത്തിൻ്റെ ചാനൽ നിരോധിക്കുകയുണ്ടായി. അതിന് കാരണം 5 റഫാൽ ഫ്ലൈറ്റുകൾ, ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തി പാകിസ്ഥാൻ, അതിന് ഇന്ത്യൻ പട്ടാളക്കാർ തന്നെ അദ്ദേഹത്തിന് വിവരം കൊടുത്തു എന്ന് പറയുന്ന ഒരു കള്ളം പറഞ്ഞുണ്ടാക്കിയതാണ് അദ്ദേഹത്തിന് വിനയായത്. ഒരു ആധികാരികത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പട്ടാളക്കാരെ കൂട്ടുപിടിച്ചതെങ്കിൽ അത് വലിയ തിരിച്ചടി. അദ്ദേഹത്തിൻ്റെ ചാനൽ നിരോധിച്ചു. അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. ഏഞ്ചൽ എന്നുള്ള പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹം നടത്തുന്ന ചില സംഭാഷണങ്ങളുടെ ചെറിയ രൂപമാണ് തുടക്കത്തിൽ കൊടുത്തുള്ളത്. പൂർണ്ണമായി നമുക്ക് കേൾക്കാം. രാജൻ ജോസഫ് വളരെ ഡെപ്തായിട്ട് പഠിച്ചുകൊണ്ടാണ്, തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ ഈ പറയുന്ന മാത്യു സാമുവലിനെ വേരോടെ നശിപ്പിച്ചിരിക്കുന്നതെന്ന് വേണം പറയാം. അദ്ദേഹം ജേർണലിസ്റ്റ് അല്ല, ഹണി ട്രാപ്പിലൂടെയും അതേപോലെ ബ്ലാക്ക് മെയിലിങ്ങിലൂടെയും കോടികൾ സമ്പാദിച്ച ആളാണ് എന്നാണ് രാജൻ ജോസഫ് കൃത്യമായി തെളിവുകൾ സഹിതം സമർത്ഥിക്കുന്നത്. നമുക്കൊന്ന് കേൾക്കാം. സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ പറഞ്ഞു, ഈ മാത്യു സാമുവലിന്റെ വിഷയങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. പല സ്റ്റോറികൾ ചെയ്ത് എന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, പല രീതിയിൽ എന്നെ വിമർശിച്ചിട്ടുണ്ട് ഒക്കെ പറഞ്ഞു. ഇപ്പൊ ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പൊ എല്ലാ മീഡിയാസും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള എഫേർട്ട് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അവസാന ഘട്ടത്തിൽ ശ്രീ മേജർ രവി, ശ്രീ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയിട്ടുള്ളവർക്ക് അതിനകത്ത് തന്നിട്ടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട്, അതാണ് അതിൽ ഫൈനലായിട്ട് വിജയം കണ്ടെത്തിയത്. ഞാൻ പറഞ്ഞിരുന്നു, കുറെ കാലം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇദ്ദേഹം ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവളുടെ കുടുംബജീവിതം നശിപ്പിച്ചു. അവളെ മദ്യത്തിന് അഡിക്റ്റ് ആക്കിയിട്ട് അവൾക്ക് മദ്യത്തിച്ചു കൊടുക്കലൊക്കെ ആയിരുന്നു ഇയാളുടെ പരിപാടി എന്നുള്ളത്. ഏഞ്ചലും മാത്യു സാമുവലും തമ്മിലുള്ള ഫോൺ സംഭാഷണം, 8 വർഷം മുമ്പ് നടന്ന ഫോൺ സംഭാഷണം, ആ 8 വർഷം മുമ്പ് നടന്ന ഡൽഹിയിൽ വെച്ച് നടന്ന ഫോൺ സംഭാഷണം ഇപ്പം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ കേട്ടോളൂ. ആ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു ലിങ്ക് ഉണ്ട്, അത് പ്രസ് ചെയ്യുക. ആ ലിങ്കില് പോയിട്ട് ജസ്റ്റ് നെയിം, ഇത് മെയില് ഇട്ടിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ അവിടെ ക്ലിക്ക് ചെയ്യാനുള്ള ബോക്സ് ഉണ്ടെങ്കിൽ ആ ബോക്സിൽ ടിക്ക് ചെയ്തിട്ട്. ഞാനേ ഫോൺ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഈ സൗണ്ട് കേട്ടോ, അല്ലാതെ ഇപ്പം അതിനകത്ത് എന്റെ മോന്തായം കാണിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതങ്ങ് ഫോർവേഡ് ചെയ്താൽ മതി. എനിക്കൊന്ന് ID നമ്പർ, ആ മെയിലിലെ ID നമ്പറും ഉണ്ട്, അതും കൂടെ ടൈപ്പ് ചെയ്തിട്ടാ കിട്ടാൻ മതി. അത് ഞാൻ ചെയ്യാൻ നോക്കിയിട്ട് എന്റെ ഈ ഫോണിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതാ ഞാൻ പറഞ്ഞത്. ഇല്ല, അതിനകത്ത് ചാർജ് ഇല്ല. ചാർജ് ഞാൻ റീചാർജ് ചെയ്തിട്ടില്ല, ചാർജ് ചെയ്യണം. ഞാൻ ആ റാമിനോട് പറഞ്ഞിട്ടുണ്ട്, ചെയ്തു തരും. എവിടെ ഇപ്പോ? വീട്ടിലാണോ? ഓ, നടക്കാനോ? ഞാൻ ഇന്നത്തെ ദിവസം ഇപ്പഴേ എണീറ്റത് പോലും ഫുൾ കിടപ്പരുത്. കാരണം എണീറ്റിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഇതിനകത്ത്. ഇത് നിറച്ചൊരു കാമ റൂമായി മാറിക്കട്ടോ, ഇതൊരു കാമ റൂമായി മാറി. എനിക്ക് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ എനിക്ക് അയാളെ ഓർമ്മ വരുന്ന, അയാൾ പറഞ്ഞ കുറെ വൃത്തിയിട്ട വാചകങ്ങളും. ആ, അതൊക്കെ റെക്കോർഡ് പറഞ്ഞു. എന്താ അല്ല, അയാള് പറയുന്നത് എന്താണ് ഇന്നലെ രാത്രി പറഞ്ഞത്, രാത്രിയിൽ കിടക്കുമ്പോ പ്രായം എന്നിട്ട് കിടക്കരുത്, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് വേണം, അപ്പൊ നന്നായി മസാജ് ചെയ്തിട്ട്.
ഇത് അയാള് എവിടെ ഇരുന്നപ്പോഴാ പറഞ്ഞ 5 മിനിറ്റ് ലഗേജിന് വെയിറ്റ് ചെയ്തപ്പോ. അന്നേരം VIP റൂമിൽ അയാൾ മാത്രമേ ഉള്ളൂ. കാറിൽ ഇരുന്നപ്പോ മൊത്തം ഇംഗ്ലീഷാ പറഞ്ഞത്. ഫുൾ നല്ല ടോപ്പിക്സാ പറഞ്ഞത്. ഭയങ്കര പറ. ഞാൻ ചൊവ്വാഴ്ച എന്താ ചെയ്യണ്ടേ? ചൊവ്വാഴ്ചയാണ് ബാസ്റ്റിനെ എനിക്കൊന്ന് വിളിക്കണം. എന്നിട്ട് ചൊവ്വാഴ്ചയുടെ കാര്യം ഞാനൊന്ന് ചോദിക്കട്ടെ ബാസ്റ്റിന്റെ അടുത്ത്. ഇയാള് ചൊവ്വാഴ്ച നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാളെ ഇല്ല, അറിയാതിരിക്കണമെങ്കിൽ ചൊവ്വാഴ്ച ഇയാൾക്ക് എന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തുവാ പറയണ്ടേ? ഞാൻ എവിടെ പോയെന്ന് പറയണോ ഇയാളുടെ? ആരെ? ജിജിനെയോ? അയാൾ പറഞ്ഞിട്ടില്ല. അയാൾ വിളിക്കാന്നാ പറഞ്ഞിട്ടില്ല. ഇയാള് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബാസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റിന്. അത് ഞാൻ ഇയാള് മീറ്റ് ചെയ്യില്ലേ? അതെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലേ? അന്നപ്പൊ കാണണമെന്നാണ് അങ്കിള് പറയുന്നത്. അന്ന് കാണാല്ലേ? ചൊവ്വാഴ്ച കാണാം. ശരി. ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചാൽ പോലും ഇൻ കേസ് ഞാൻ അതാ പറയുന്നേ, ഫാസ്റ്റിന്റെ കാര്യം എനിക്ക് ഇയാളോട് പറയാൻ പറ്റത്തില്ല. പീരിയഡ്സ് ഓൾറെഡി ആവുകയും ചെയ്തു. എന്റെ പീരിയഡ്സ് അല്ലെങ്കിൽ വയറുവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കായിരുന്നു. അതും കഴിഞ്ഞു. അപ്പൊ ഇനി വേറെ എന്താ ഓപ്ഷൻ എന്നാ ഞാൻ ആലോചിക്കുന്നത്. KSIDC വിളിച്ചോന്നോ സിഡ്കോ വിളിച്ചോന്നോ മറ്റേത് വിളിച്ചോന്നോ പറയാനും പറ്റത്തില്ല. കാരണം ഇയാളെ വിളിച്ച് ചോദിക്കും. ഇത് ഇങ്ങോട്ട് ഇങ്ങനെ മുറുകി പോവുകയാണല്ലേ കാര്യങ്ങള്? ഭയങ്കര അല്ലേ? ഒരു ടൈറ്റ് ആയിട്ട് വരുമല്ലേ? തോന്നിയില്ലേ? എല്ലാം ടൈറ്റ് ആവുക. ഇയാള് പോയി കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണോ എറണാകുളത്തുനിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണോ? ഡൽഹിക്ക്. കാരണം ട്രിവാൻഡ്രത്ത് ഇതുപോലെ ഞാൻ 28-ാം തീയതി വരുവാണെങ്കിൽ അമ്മയും കുഞ്ഞും പെറുങ്ങണിയും ഒക്കെ ഇല്ലയോ പോകുന്നേ. ആരെയും ഇതുപോലെ ഇപ്പൊ ഒരു നല്ല റിലേഷൻ ഉണ്ടല്ലോ. ഒരു ഡൗട്ട് നമ്മളായിട്ട് ഇടണോ എന്നാണ് എന്റെ ഡൗട്ട്. അല്ല, എന്റെ ചോദ്യം. അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ എനിക്ക് വീണ്ടും പേടി എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് എപ്പോഴും ഫ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹാരിസ്. ആ ഒരു ടൈമിൽ അയാൾ അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒന്നാമതേ ഡൗട്ടാണ്. മനസ്സിലായില്ലേ? ഇയാളിപ്പോ അന്വേഷിക്കുന്നു. കാരണം ഷാഹിദ് എന്നെ വിളിച്ചല്ലോ. ഷാഹിദ് എന്നെ ഇന്നലെ വിളിച്ചിരുന്നു വൈകുന്നേരം. ഞാൻ KTDC ഇറങ്ങിയപ്പോ സംസാരിച്ചെന്നെ. ഫോൺ എടുത്തു ഞാൻ. അപ്പോ ഇവൻ എന്റെ അടുത്ത് ചോദിച്ചു, ഏഞ്ചൽ ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്തൊക്കെ വരെ ആയി കാര്യങ്ങളെന്ന്. അപ്പൊ ഞാൻ വിഷയം മറ്റേ നോയമ്പ് എങ്ങനെയുണ്ടോ, നോയമ്പ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുണ്ട് വേറെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ആക്ച്വലി ഷാഹിദ് ഞാൻ പുറത്താണ്, ഞാൻ ഹോസ്റ്റലിൽ എത്തിയിട്ട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചില്ല. മൊയ്തുവിനെ ഞാൻ വിളിച്ച് ചോദിച്ചു ഷാഹിദ് എവിടെയാണ്, മലപ്പുറത്താണോ ഇവിടെയാണോ എന്ന്. അന്നേരം പറഞ്ഞു ട്രിവാൻഡ്രത്താണ്. അപ്പൊ അവൻ എന്നെ കണ്ടിട്ടുണ്ട്. അതാണ് അവൻ എന്നെ അന്നേരം തന്നെ വിളിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് നൈസ് ക്വാളിറ്റിയിൽ കള്ളം പറയാൻ പറ്റില്ല. കള്ളം പറഞ്ഞ അവനെ മനസ്സിലാകുന്ന മൊത്തത്തിൽ ഒന്നാമതെ അവന് ഇൻഡ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് കാരണം ഞാൻ പിന്നെ അവനെ വിളിച്ചിട്ടില്ല. അഥവാ അവൻ വിളിക്കുവാണെങ്കിൽ മൊയ്ത് പറഞ്ഞു, നീ സ്ഥലം ഇന്നടുത്ത് പോയി എന്ന് പറയണ്ട, നീ പറയാ നിന്റെ സൈഡിൽ നിന്ന് നീ മാക്സിമം എല്ലായിടത്തും ശ്രമിക്കുന്നുണ്ട്, എല്ലാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഒഴുക്കം അല്ലല്ല. മൊയ്തുവിന് ആഗ്രഹം ഉണ്ടെന്നേ. മൊയ്തുവിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് പുള്ളി ഫ്രീ ആയിട്ട് ഇനിയും പോകുമ്പോ ഞാൻ പ്രപ്പോസിലെ കാര്യങ്ങളെല്ലാം ഒരു പ്രസന്റേഷനുമായിട്ടാണ് പുള്ളിയുടെ ഫ്രണ്ടിൽ പോകേണ്ടത്. 5 മിനിറ്റ് പോയി സംസാരിച്ച് നീ ഇറങ്ങി വരരുത് എന്നാണ് മൊയ്ത് പറഞ്ഞത്. പുള്ളിനെ കൊണ്ട് അന്ന് തന്നെ ഞാൻ കൊടുക്കുന്ന പേപ്പറിൽ എന്തുവേലും ഒരു വാക്ക് എഴുതിപ്പിക്കണം. ആ ഒരു അൾട്ടിമേറ്റ് എയിമുമായിട്ട് ഇയാള് നടക്കുന്നത്. മനസ്സിലായി? ആ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര വാല്യൂവാ. അത് ആ ഒരു എഴുത്തിൽ അത് പെട്ടെന്ന് ഓഫീസേഴ്സിന്റെ അവിടെ പോവും, അസിസ്റ്റന്റിന്റെ അവിടെ പോയിട്ട് അവരൊരു നമ്പർ ഇടും. ആ നമ്പർ എനിക്ക് CS-ന്റെ അടുത്ത് കൊടുത്താൽ അയാൾക്ക് ആ നമ്പർ എത്രയും പെട്ടെന്ന് ആക്കി കൊടുക്കാൻ പറയാം. മനസ്സിലായോ?
അയാളെ മൊയ്തു ഈ ഗെയിമാണ് കളിക്കുന്നത്. അതാണ് മൊയ്തു ഹെൽപ്പിങ്. അയാള് ഇത് ചെയ്യുന്നില്ല, ഉടക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഇതിന്റെ കാര്യം. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു അതിന്റെ കാര്യം. അപ്പൊ ഇതെങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു, ഞാൻ അഥവാ അമ്മയും കുഞ്ഞിനെ എനിക്കൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ ഇവരുടെ കൂടെ പോകുമ്പോഴേ എന്താവും അവസ്ഥ എന്നുള്ളത്. ആരെങ്കിലും, കാരണം എനിക്കറിയത്തില്ല ആരൊക്കെ എന്നെ കണ്ടിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. പിന്നെ ഇവന്റെ അറിയാമല്ലോ, ഇവൻ എന്നെ വിട്ട് മാറത്തുമില്ല. അമ്മേ അമ്മേ അമ്മയെന്ന് പറയും, മമ്മി കുമ്മി എന്ന് വിളിച്ചോണ്ടായിരിക്കും നടക്കുന്നത്. നമ്മളൊരു ഇമേജ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തകർന്നു കഴിഞ്ഞാൽ ഈ അവസാന നിമിഷം എല്ലാം കൂടെ പൊളിയണോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. അതൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഞാൻ ചിന്തിച്ചു 21-ാം തീയതിയാണ്. പക്ഷെ RK ചേട്ടനാണെങ്കിൽ ഓൾറെഡി 21st ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഓൾറെഡി അവർ നാളെ ട്രാവൽ ചെയ്യുവാണ് അങ്ങോട്ടേക്ക് ബൈ ട്രെയിന്. അല്ലെങ്കിൽ ഒരു 28-ാം തീയതി വല്ലതും പുള്ളിനെ ഇങ്ങ് കൊണ്ടുവന്നിട്ട് പുള്ളി അമ്മയും കുഞ്ഞിനെയും കൂടെ, കാരണം അമ്മയ്ക്ക് കുഞ്ഞിനെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചായിരുന്നു. ആ ശരി, ആയിക്കോട്ടെ. ഹലോ, റാമിനോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ? അതെപ്പോ പറഞ്ഞു? ആ ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവിടെ പൂൾ സൈറ്റ് എന്തോന്ന് കിടക്കാന്, ഇവിടെ പൂൾ സൈറ്റ് ഒന്ന് കിടക്കാൻ. ആ ഞാൻ റാമിന്റെ അടുത്ത് പറയാം, നന്നായി പൊതിഞ്ഞിട്ട് എന്തായാലും ഫുഡ് വാങ്ങിച്ചോണ്ട് വരിക. ആ കവറിനകത്തിട്ട് കൊണ്ടുവന്നാ മതി. ഹോസ്റ്റലിന്റെ താഴെ വരും, അതിന്റെ ഇച്ചിരി അങ്ങോട്ട് മാറി നിന്നാ പോരെ. ഞാൻ പോയി ഇങ്ങനെ വാങ്ങിച്ചാ പോരെ. മനസ്സിലായോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ എന്തെങ്കിലും കാര്യം എനിക്ക് ടെൻഷനായിട്ടുണ്ടോ? ഇല്ല, ഇത്രയേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ വീട്ടില്? 26-ന് പോയിട്ട് 30-നല്ലേ വരുന്നേ? ഓക്കെ ഓക്കെ. സുഹൃത്തുക്കളെ, ഞാൻ എത്ര കാലം മുമ്പ് പറഞ്ഞതാ ഇതൊക്കെ? 2 വർഷം മുമ്പ് പറഞ്ഞതാണ് ആദ്യം. 2 വർഷം മുമ്പ് 2023 ഞാൻ ആദ്യമായിട്ടത് പറയുന്നു. 24-ൽ ഞാനത് ആവർത്തിക്കുന്നു. 25-ൽ ഞാൻ 1.5 മാസം മുമ്പ് വീണ്ടും ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറയുന്നു. ഏഞ്ചൽ എന്ന് പറയുന്ന പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു എന്നുള്ളത്. ഇയാളെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്, കേട്ടില്ലേ നിങ്ങൾ? മകളാവാൻ പ്രായമുള്ള ഒരു പെൺകുട്ടി, ഇയാൾക്ക് പരിചയമുള്ള കുടുംബത്തിലെ പെൺകുട്ടി, മാധ്യമരംഗത്തേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്ന പെൺകുട്ടി, അതിനെ കൊണ്ടുപോയി ഈ തട്ടിപ്പ് സ്ഥാപനത്തിനകത്ത് കൊണ്ടുപോയിട്ട് അവളെ മെല്ലെ മദ്യം കൊടുത്ത് മദ്യത്തിന് അടിമയാക്കി മാറ്റി. ഇയാൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു പാവക്കുട്ടിയാക്കി മാറ്റി. എന്നിട്ട് അവരെ ആ പെൺകുട്ടിയുടെ കുടുംബജീവിതം നശിച്ചു. ഡിവേഴ്സായി എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. മാത്രമല്ല പല കേസിലും അവരും പ്രതിയാക്കപ്പെട്ടിരുന്നു. അങ്കിൾ എന്ന് വിളിക്കുന്ന അത്ര അവിടെ വരെ ഇയാൾ കൊലച്ചത് ചെയ്യുക. സ്വന്തം മക്കളെ തിരിഞ്ഞു നോക്കാത്ത ആൾക്ക് എന്ത് പ്രശ്നം? ഞാൻ പറഞ്ഞു, RKയുടെ കാര്യം പറഞ്ഞു. രാധാകൃഷ്ണൻ മലയാളിയാണ്. അതാണ് ഈ RK ചേട്ടൻ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇയാൾ പറയുന്നു, റാമിന്റെ അടുത്ത് ഞാൻ സാധനം കൊടുത്തയക്കാം, മദ്യം എങ്ങനെ കയറ്റും ഹോസ്റ്റലിലേക്ക് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ കയറ്റും ഹോസ്റ്റലിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നു, ഭക്ഷണം എന്തായാലും കൊണ്ടുവരുമല്ലോ, നന്നായിട്ട് പൊതിഞ്ഞു കൊണ്ടുവരാൻ പറയാം, അപ്പം ഞാനത് എങ്ങനെയെങ്കിലും കയറ്റിക്കൊള്ളാം. അടിച്ച് പൂസായി കിടക്കരുതെന്ന് പറയുന്നു മാത്യു സാമുവേൽ. അടിച്ച് പൂസായി കിടന്നാൽ ഇവർ പിറ്റേന്നത്തേക്ക് പ്ലാൻ ചെയ്ത ഓപ്പറേഷൻസ് ഒന്നും നടക്കില്ല. അപ്പം അടിച്ച് പൂസായി കിടക്കരുത്, ഇല്ല എന്ന് പറയുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു, ജിജി തോമസിന്റെ കാര്യം പറഞ്ഞു. ഞാനത് പറഞ്ഞതാണ്, മുമ്പത്തെ വീഡിയോയ്ക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. 1 മാസം മുമ്പാണെന്ന് തോന്നുന്നു അന്നത്തെ വീഡിയോയിൽ, അതോ അതിന് ശേഷമുള്ള വീഡിയോയിലാണ്. 2 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഗതി കിട്ടിട്ടപ്പോൾ എടുത്ത് പുൾ ഔട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് ഇത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഇതാണ്, മനസ്സിലായോ? ഇതൊന്നും ഞാൻ പോയി റെക്കോർഡ് ചെയ്തതല്ല. 8 കൊല്ലം മുമ്പുള്ള സാധനം എൻ്റെ അടുത്ത് മെറ്റീരിയൽസ് കിട്ടിയതാ. അല്ലാതെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒളിക്യാമറ കയ്യിൽ വെച്ചിട്ട് പോയിട്ട് ഇത് സംഭാവനയാണെന്ന് പറഞ്ഞ ഒരാളെ നിർബന്ധിച്ച്, ഇത് കൈക്കൂലിയാണെങ്കിൽ കോടികൾ മേടിക്കാൻ പറ്റുന്ന ആളാണ് കേന്ദ്രമന്ത്രിമാര്. അവരെടുത്ത് സംഭാവനയാണെന്ന് പറഞ്ഞാൽ 1,50,000 കൊടുത്തിട്ട് അത് ഒളിക്യാമറയിൽ ഒപ്പിയെടുത്തിട്ട് കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞ് സ്റ്റിംഗ് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞ ആളായ ഒരു വ്യക്തി. ഇനി ഇയാളുടെ ഡൽഹിയിലെ ചരിത്രം വേറെ കുറേ ഉണ്ട്, അതൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം. അതേപോലെ തന്നെ
ഈ പറഞ്ഞ ഈ മെൻഷൻ ചെയ്തിട്ടുള്ള കുറെ പേരുകളുണ്ടല്ലോ, അവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുഞ്ഞെപ്പോഴും കൂടെ ഉണ്ടാകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ മമ്മി മമ്മി എന്ന് പറഞ്ഞ് നടക്കും. ഇവൾ അൺമാരീഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരെയും വലയിലാക്കാൻ വേണ്ടിയിട്ട് ഇവളെ ടൂളായിട്ട് യൂസ് ചെയ്തത്. കാരണം അത്രയും സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ്. ആലോചിച്ച് നോക്കൂ, എന്ത് കൊലച്ചത് ചെയ്യുന്നു. മമ്മിയും കൂടെ ഉണ്ടാവും. അപ്പൊ സംശയത്തിനിട്ട് കൊടുക്കരുത്. കാരണം മന്ത്രിയെ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ മന്ത്രിയിൽ വീണില്ല, ഈ ഓപ്പറേഷൻ നടന്നില്ല. ഇല്ലെങ്കിൽ എത്രയോ കോടികൾ ഇയാൾ പിന്നെ അവിടെ നിന്ന് അടിച്ചെടുക്കുമായിരുന്നു. അല്ലാതെ എത്രയോ പേരെടുത്ത് അടിച്ചെടുത്തു. അതിന് പുറമെയാണ് പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ ബക്കറ്റ് പിരിവെന്ന് കണ്ട് നടന്നത്. GPay നമ്പറും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ട് കൊടുത്ത പൈസ കൊടുത്തവന്മാർക്ക് നാണല്ലേ? എന്നെ വന്ന് തെറി വിളിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പം ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേറെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, നമ്മൾ നല്ല പണിയെടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇതൊന്നും അല്ല എടുത്തിട്ടുള്ളത്. ഇതിലേറെ ഒരുപാട് 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 ഡോക്യുമെന്റ്സ് ഉണ്ട്. അതൊക്കെ ആവശ്യം വന്നെടുത്ത് പ്രയോഗിക്കാനുള്ളത്. പുള്ളി ഇത്രയും കാലം നടത്തിയത് ബ്ലാക്ക് മെയിലിംഗ് ജേർണലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതെന്റെ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ സാധനം ഒന്നും എടുത്തിട്ട് മാത്യു സാമുവിലെടുത്ത് ഒരു രൂപ ചോദിച്ചിട്ടില്ല. അയാൾ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ അടുത്തുണ്ട്. എവിടെയും വന്ന് സംസാരിക്കാൻ തയ്യാറായ ആൾക്കാരുണ്ട്. അയാളോട് അസോസിയേറ്റ് ചെയ്ത് അയാളോട് അത്രയും അയാൾ ചീറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അത്രയും ശത്രുതയുള്ളതിന്റെ ഭാഗമായിട്ട് ഏഞ്ചലുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അതിന്റെ വഴിക്ക് വിടാം. ഓക്കെ, തൽക്കാലം ഇത് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളതായും തോന്നുന്നു. അതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇനിയുണ്ട് സാധനങ്ങൾ ഒരുപാടുണ്ട്. ആവശ്യം വന്നാൽ ഓരോന്നായിട്ട് ഇറക്കും. പുള്ളി എന്താ പറയണമെന്ന് നോക്കട്ടെ. പുള്ളി ഒരു പക്ഷേ എനിക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാനോ ബാക്കിയുള്ളതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പുള്ളി അമേരിക്കയിലല്ല ഉള്ളത്, അങ്ങനെ കരുതണ്ട. ഇവിടെയുണ്ട്, ഇന്ത്യയിലുണ്ട്. പുള്ളിയുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ ചെറിയ തടസ്സം ഉണ്ടായിരുന്നു. ഒരു കേസുകൾ പലതും ഉള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നാരദ ന്യൂസ് തുടങ്ങിയിട്ട് അതിലെ CEO ആയിരുന്ന ഹേമന്ത് രാമകൃഷ്ണനെ ചതിച്ചു. അയാൾ കൊടുത്തിട്ടുള്ള കേസുണ്ട്. അതിൽ ഇയാളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് പക്ഷെ അതിനകത്ത് കഴിഞ്ഞ ദിവസം ഇയാൾ അപ്പീൽ പോയിട്ട് ഇയാൾക്കൊരു വിധി അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടി അതിന് പെർമിഷൻ കൊടുക്കാൻ അങ്ങനെ വന്നിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല. ഇനി ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മുങ്ങി അവിടെ ഇരുന്നിട്ടോ. ഇനിയിപ്പോൾ പുള്ളിയുടെ ടാർജറ്റ് ഞാനായിരിക്കും. സംശയമൊന്നുമില്ല അതിൽ. എനിക്കതേ പറ്റി കഴിഞ്ഞാൽ അതിൽ ഉറപ്പിച്ചോ. ഏതറ്റം വരെയും പോകുന്ന ക്രൂരനായ ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ പോലും സംരക്ഷിച്ചിട്ടില്ല. പിന്നീട് അതിന്റെ ജീവിതം കുട്ടിച്ചോറായി എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. ശരിയെന്നാ.